ഹുസൈൻ, ശ്രീ ആരിഫ് ഹുസൈൻ, ശ്രീ ആരിഫ് ഹുസൈൻ, താങ്കൾക്ക് ശ്രീ ആരിഫ് ഹുസൈൻ, ചൈനയിൽ 5 വർഷമെങ്കിലും മിനിമം ബാച്ചിലേഴ്സ് ഡിഗ്രി പഠിക്കേണ്ട ഒരു കാര്യം. ഇത് ഈ ആൾട്ടർനേറ്റീവ് മെഡിസിന്റെ സാധുത എന്നുള്ളൊരു വിഷയം ചോദിക്കുമ്പോൾ ആ സാധുതയുണ്ട് എന്ന് പറയാൻ അവർ ഉപയോഗിക്കുന്ന വാദമൊക്കെയാണ് മുന്നോട്ട് ഞാൻ വെച്ചത്. അത് ആയുർവേദം ഇന്ത്യയിലുണ്ടല്ലോ എന്ന് പറയും. ചൈനയിൽ 1000 വർഷമായിട്ടുള്ള ചൈനയിൽ അക്യുപഞ്ചർ എന്തിനെല്ലാം ഉപയോഗിക്കുന്നു എന്നുള്ളതറിയാൻ വെറുതെ ഒന്ന് സെർച്ച് ചെയ്താൽ മാത്രം മതി. അതൊന്നും ഈ ഇവിടെ ഉള്ളവർ പറയില്ല. ഈ 5 വർഷമെങ്കിലും മിനിമം ബാച്ചിലേഴ്സ് ഡിഗ്രി മിനിമം എങ്കിലും എടുത്താലേ ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് ചോദിക്കുമ്പോൾ ചൈനയിലല്ലല്ലോ, നമ്മൾ ഇന്ത്യയിലല്ലേ എന്ന് ചോദിക്കും. ഇപ്പൊ പറഞ്ഞു ഹൈക്കോടതി ഉത്തരവ് അങ്ങനെ ഒരു കാര്യം നിലവിലില്ല. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് ഇതിനുള്ള ഉത്തരം ഞാൻ പറയാം. റിയാലു ഞാൻ പറഞ്ഞോളാം, എന്നോടുള്ള ചോദ്യമാണ്, ഞാൻ പറഞ്ഞോളാം. റിയാലു എന്നോടുള്ള ചോദ്യമാണ്, ഞാൻ ഉത്തരം പറഞ്ഞോളാം. ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ ഇവിടെ ഇപ്പൊ ഇന്ന് സംസാരിക്കുന്നത്, ഇപ്പൊ എന്നോട് ഇന്ന് സംസാരിക്കുന്ന ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പഠിച്ച ഹോമിയോപ്പതി എന്ന് പറയുന്ന ആ ചികിത്സാ വിഭാഗം അതൊരു കപടശാസ്ത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞതിന്റെ ഭാഗമായിട്ട് ഒരു 5-8 വർഷം മുന്നേ അത് ഉപേക്ഷിച്ചിട്ട് അതിന്റെ പ്രശ്നം എന്താണെന്ന് സമൂഹത്തിൽ ചർച്ച ചെയ്യുകയും അത് ആളുകളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ആ സംഗതി പഠിക്കാൻ പറ്റും. BHMS എന്ന് പറയുന്ന സംഗതി കപടശാസ്ത്രമാണ്, ആയുഷ് എന്ന് പറയുന്ന സാധനം തന്നെ ഒരു കപടശാസ്ത്രമാണ്, അതിലേക്ക് ആര് പോകരുത് എന്ന് വിദ്യാർത്ഥികളെ ഇവിടെ പറഞ്ഞു പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പ്രവർത്തനം, അതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് പറയുന്നു, നിങ്ങൾ എത്രയൊക്കെ ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞാലും ശരി, ഈ പറയുന്ന കപടശാസ്ത്രങ്ങളുടെ കൂട്ടത്തിൽ എണ്ണാൻ പറ്റുന്ന സാധനം തന്നെയാണ് ഈ അക്യുപങ്ചർ എന്ന് പറയുന്നത്. കാരണം ഈ അക്യുപങ്ചർ എന്ന് പറയുന്നത്, നിങ്ങൾ ഇനിയിപ്പോൾ ചൈനയിൽ അവിടെ 10 വർഷം ഇരുന്ന് തലകുത്തിന്ന് പഠിച്ചെന്ന് പറഞ്ഞാലും അത് കപടശാസ്ത്രമാണ്. കപടശാസ്ത്രം എന്ന് പറഞ്ഞാൽ സ്യൂഡോ സയൻസ്, അത് ശാസ്ത്രമാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ നിൽക്കും, എന്നാൽ അതിനകത്ത് യാതൊരു തെളിവുകളും ഇല്ല, അത് ഫലിക്കും എന്നുള്ളതിന് ഒരു തെളിവും ഇല്ലാത്ത സാധനമാണ് കപടശാസ്ത്രം എന്ന് പറയുന്നത്. അക്യുപങ്ചർ, അക്യുപ്രഷർ എന്നൊക്കെ പല പേരിലും അറിയപ്പെടുന്ന പല പല സാധനങ്ങളുണ്ട്, ഒക്കെ ഒരേ സാധനത്തിൻ്റെ ബാക്കി പത്രങ്ങളാണ്. എന്തൊക്കെയായാലും ആ സാധനത്തിന് ശാസ്ത്രീയമായിട്ട് ഒരു അടിത്തറയും ഇല്ല, 0 ആണ് അടിത്തറ എന്ന് പറയുന്നത്. ഇതാണ് ഒന്നാമത്തെ വശം. ഇനി ഇവിടെ പറയുന്നു ഈ സംഗതി, ഇത് തുടക്കത്തിൽ തന്നെ നമ്മൾ കേട്ടൊരു കാര്യം എന്ന് പറയുന്നത് സമയമായാൽ മരിക്കും എന്നാണ് പറയുന്നത്. ഇതാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ അക്യുപങ്ചറായിട്ട് നടക്കണമെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്നാൽ പിന്നെ അക്യുപങ്ചറിനെ ആവശ്യമില്ലല്ലോ, ആർക്കെങ്കിലും മഞ്ഞപ്പിത്തൊക്കെ വരുമ്പോൾ അങ്ങ് മാറ്റി വെക്കുക, പായ വിരിച്ച് അവിടെ കിടത്തുക, സമയമാകുമ്പോൾ അവർ ജീവിക്കുക, എഴുന്നേക്കുക, എണീറ്റ് ഓടുക, മരിക്കുക, എന്തുവേണമെങ്കിലും ചെയ്യട്ടെ. അപ്പോൾ പിന്നെ നിങ്ങൾ ഈ പണിക്ക് നിൽക്കാൻ പാടില്ല, പോട്ടെ, നിങ്ങൾ ഏതായാലും ആ പണിക്ക് നടന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ട് ഇവിടുന്ന് പോവുള്ളൂ. അതെന്താണ്, ഇവിടെ ചൈനയിൽ നിങ്ങളുണ്ടെന്ന് പറയുന്നു, 1000 വർഷമായിട്ട് അവിടെ ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നു. ചൈനയിലെ ഒരു ചരിത്രം നിങ്ങൾ എടുക്കുക, അവിടുത്തെ ഒരു 1930-കളിൽ 40-കളിൽ അവിടെയുള്ള ആളുകൾ ഈ പറയുന്ന അക്യുപങ്ചർ മാത്രം ഉപയോഗിച്ചുകൊണ്ട് തലയും കുത്തി നിന്നിരുന്ന സമയത്ത് അവരുടെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് 30 വയസ്സ് 40 വയസ്സാണ്. എന്ന് വെച്ചാൽ അവിടെ പട്ടിണിയും ഈ അസുഖങ്ങളും വന്നിട്ട് ആളുകൾ മരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഈ ചികിത്സയൊന്നും അവിടെ ഫലിച്ചിട്ടില്ല. റിയാലു ഒന്ന് കേൾക്കൂ. ഓക്കെ, റിയാലു കേൾക്കൂ, എന്താണ് കാര്യം എന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് അവിടുത്തെ പ്രശ്നം. ഇനി അതിനുശേഷം ഇന്നിപ്പോ നിങ്ങൾ ചൈനയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ആ ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറഞ്ഞത് വർദ്ധിച്ചിട്ടുണ്ട്, അത് ആഗോളതലത്തിൽ വർദ്ധിച്ചിട്ടുണ്ട്. അതിനെന്താ കാരണം? അതിന് ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷം ഉണ്ടായിട്ടുള്ള ഈ ശാസ്ത്രീയമായിട്ടുള്ള വളരെ വിലപ്പെട്ട പലതരം മുന്നേറ്റങ്ങൾ തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ആന്റിബയോട്ടിക്സ്, അതുപോലെയുള്ള മറ്റു പല കാര്യങ്ങളും ഇവിടെ മുന്നോട്ട് വന്നു. അതിൽ മരുന്നുകളുടെ ആവിർഭാവം തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് സംഭവിച്ചത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ആ പറയുന്ന ആ ആയുർവേദമായാലും ഈ പറയുന്ന അക്യുപങ്ചർ ആയാലും ഹോമിയോപ്പതി ആയാലും അതിനൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് അദ്ദേഹത്തെ ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? അദ്ദേഹം പറയുന്ന സമയത്ത് നമ്മളാരും താങ്കൾ മാത്രം 1 മണിക്കൂർ സംസാരിച്ചാലൊന്നും ഈ വിഷയം ഇത് വേറെ ആരും സംസാരിക്കരുതെന്ന് പറഞ്ഞെങ്കിലും ശരിയാവാ. നിങ്ങളുടെ അക്യുപങ്ചർ ഒരു മണ്ണാങ്കട്ടയാണ്, അത് കപടശാസ്ത്രമാണ്. ഓക്കെ, അല്ല അത് പറ്റില്ല, കപടശാസ്ത്രമാണ്, അത് തെളിയിച്ചു തരാം. ഒന്നാമത് ഇദ്ദേഹത്തിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇദ്ദേഹം ഹോമിയോപ്പതി പഠിച്ച് ഹോമിയോപ്പതി മനസ്സിലായിട്ടില്ല. അത് ഞാൻ പറഞ്ഞുതരാം എന്താന്നുള്ളത്. ഓക്കെ, ഏതായാലും അദ്ദേഹത്തെ ഒന്ന് മ്യൂട്ട് ചെയ്യും. ഇത് ബാക്കിയുള്ള ആളുകൾക്ക് സംസാരിക്കാൻ അവസരം തരുന്നില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. അല്പം പോലും ഇല്ല. അദ്ദേഹത്തിന്റെ സമയത്ത് അദ്ദേഹം സംസാരിക്കട്ടെ. ഓക്കെ, അദ്ദേഹത്തിന്റെ സമയത്ത് അദ്ദേഹം സംസാരിക്കട്ടെ. ഇത് വലിയ ബുദ്ധിമുട്ടാണ്. ശരി, ഇതൊരു സൂം കണക്ഷൻ ആയതുകൊണ്ടാണ് അദ്ദേഹത്തെ മ്യൂട്ട് ചെയ്യാൻ പറ്റുക. ഞാൻ താങ്കൾക്ക് തിരികെ വരാം. ശ്രീ ആരിഫ് ഹുസൈൻ, എനിക്ക് ശ്രീ ഷിഹാബ് റിയാലു എല്ലാവരുടെയും ചാൻസിൽ താങ്കൾ സംസാരിക്കൂ. ആരിഫ് ഹുസൈൻ സംസാരിക്കട്ടെ. യെസ്, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അക്യുപങ്ചർ എന്ന് പറയുന്നത് അതൊരു കപടശാസ്ത്രമാണ്. ചൈനയിൽ അക്യുപങ്ചർ മാത്രം ഉണ്ടായിരുന്ന കാലത്തും ആളുകൾ ചത്തു വീഴുകയായിരുന്നു, അക്യുപങ്ചർ അവിടെ ഫലിച്ചിട്ടില്ല.
പിന്നെ അതിനുശേഷവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് അവിടെ ആളുകൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ആധുനിക വൈദ്യത്തിന്റെ ബലത്തിൽ തന്നെയാണ്. ഇത് നമ്മൾ തിരിച്ചറിയണം. ഞാൻ ശ്രീ ഷുഹൈബ് റിയാലിക്ക് വരുന്നതിന് മുമ്പ് ആരിഫ് ഹുസൈൻ നേരത്തെ അദ്ദേഹം സംസാരിക്കാൻ സമയം കിട്ടിയത്. ശ്രീ ആരിഫ് ഹുസൈൻ, ഓൾട്ടർനേറ്റീവ് മെഡിസിനെ പരിപൂർണമായിട്ട് ഒഴിവാക്കണോ എന്നുള്ളത് ഒരു ചോദ്യം. കൃത്യമായ രീതിയിൽ ഇതിനൊരു മാനദണ്ഡമാണ് വരേണ്ടത് എന്ന് ഹൈക്കോടതി അടക്കം പറഞ്ഞിരിക്കുന്നു. അതാണ് നേരത്തെ ഷുഹൈബ് റിയാൽ വളച്ചൊടിച്ചൊക്കെ പറയുന്നത്. അതല്ല അതിന്റെ കോടതി ഉത്തരവെന്ന് നമുക്ക് വ്യക്തമായിട്ട് നേരത്തെ KP റഹ്മത്തുള്ളത് പറയുകയും ചെയ്തു. ഇതിനകത്ത് കുറ്റവാളികളാകുന്നത് ഇതെല്ലാം അറിഞ്ഞിട്ടും ഇതിന്റെ പിറകെ പോകുന്ന രക്ഷിതാക്കളാണോ, ഒന്നും ചെയ്യാത്ത സർക്കാരാണോ എന്നുള്ളതാണ് ചോദ്യം. എന്തുകൊണ്ട് ഇതിലൊരു കൗൺസിൽ ഉണ്ടാകുന്നില്ല, എന്തുകൊണ്ട് പരിശോധന നടത്തുന്നില്ല എന്ന് ഈ മേഖലയിലുള്ളവർ പോലും പരാതി കൊടുത്തിട്ടും ഉണ്ടായിട്ടില്ല. അപ്പോ പിന്നെ നാട്ടുകാർക്ക് കിട്ടുന്നിടത്തോട്ട് പോകേണ്ടി വരും. ഒരു ബോർഡും വെച്ച് ഒരാൾ ഇരുന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ നാട്ടുകാർ പോകും. ഇനി പോകാത്തവരെ വളരെ വലിയ രീതിയിൽ ഇതുപോലത്തെ ഒരുപാട് ഡയലോഗ് ഒക്കെ പറഞ്ഞാലും ചിലപ്പോൾ ആൾക്കാർ പോയെന്നിരിക്കും. ആരുടെയാണ് കുറ്റം? അത് ഇവിടെ തൊട്ട് മുന്നേ സംസാരിച്ച മിനി മോഹൻ സംസാരിച്ച കാര്യം, അതായത് ഓരോ വ്യക്തിയും ഇവിടെ ജനിച്ചു വീഴുന്നത് സ്റ്റേറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ് അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ ആണ് എന്ന് നമ്മൾ പറയുന്നു. അവിടെ നിന്നാണ് ഇത് ബാക്കി നമ്മൾ കാണേണ്ടത്. അതായത് ഇവിടെ ഇപ്പോൾ ഒരു കാര്യം മരുന്ന് എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ നമ്മൾ എടുക്കുകയാണ്. അത് ഗുണമുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് ഉപയോഗിക്കണം, എന്നാലേ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുള്ളൂ, നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യത്തെ കാത്തുരക്ഷിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ വാക്സിൻ്റെ കാര്യമൊക്കെ നമ്മൾ പറയുന്നത് അതെങ്ങനെയാണ്? ഇത് വ്യക്തികൾക്ക് ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം. കാരണം അങ്ങനെ ചെയ്യാൻ കഴിയുമായിരുന്നുണ്ടെങ്കിൽ നമ്മളൊന്നും ഇവിടെ വസൂരി വന്ന് മരിക്കില്ലായിരുന്നു. അപ്പോൾ വസൂരി കൊണ്ടൊക്കെ നമ്മൾ മരിച്ചിരുന്ന ഒരു കാലത്ത് നിന്ന് ഇന്ന് നമ്മൾ വസൂരി കൊണ്ട് മരിക്കാത്തൊരു കാലത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് വാക്സിനേഷൻ വഴിയാണ് നമുക്കത് കിട്ടുന്നത്. അതെങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? അതിൻ്റേതായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ നടത്തി ഇത് അതിനുള്ളൊരു പോംവഴിയാണ് എന്ന് കണ്ടെത്തിയ ആളുകൾ ഇത് ലോകത്ത് പ്രചരിപ്പിക്കുമ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത്, ഈ ജനങ്ങൾ ആരുടെ കീഴിലാണോ വരുന്നത് അത് ഗവൺമെൻറ് കീഴിലാകുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു ബാധ്യതയായിട്ട് മാറുകയാണ് ഇത് അവരിലേക്ക് എത്തിക്കണം എന്നുള്ളത്. അങ്ങനെയാണ് ഈ സംഗതി ഇവരിലേക്ക് എത്തിക്കുന്നത്. അത് ഭക്ഷണത്തിൻ്റെ കാര്യം, ഇപ്പോൾ ഒരു കുട്ടി ജനിച്ചു വീഴുമ്പോൾ ആ കുട്ടിയുടെ ആ ജനന സമയത്തുള്ള അബ്ഗാർ സ്കോർ എടുക്കുന്നത് മുതൽ അവിടെ നിന്ന് അങ്ങോട്ട് പല കാര്യങ്ങളും നമ്മൾ നോക്കിയിട്ട് ആ കുട്ടിയുടെ ഓരോ ഇൻഡെക്സും നമ്മൾ മാർക്ക് ചെയ്തു പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് നമ്മളുടെ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ്. ഈ പറയുന്ന അംഗൻവാടികളായാലും മറ്റു പല മേഖലകളിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു വഴി ഇവിടെ തുറന്നു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഫാമിലിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള സപ്പോർട്ട് ഗവൺമെൻറ് കൊടുക്കും. ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ സൗജന്യമായിട്ട് തന്നെ അമ്മയും കുഞ്ഞും പദ്ധതികളിലൂടെയൊക്കെ അവിടെ പ്രസവം അടക്കമുള്ള കാര്യങ്ങൾക്ക് അവിടെ വഴിയുണ്ടായിരിക്കുകയാണ്. അത് അത്തരം ആളുകൾക്ക് അതുള്ളൊരു സൗകര്യമായിട്ട് വെക്കുകയും കൂടുതൽ അങ്ങനെയുള്ള സൗകര്യങ്ങൾ അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് അത് വിപുലപ്പെടുത്തണം എന്ന് നമ്മൾ പറയുകയും, എന്നാൽ സ്വന്തം നിലയിൽ അത് ചെയ്യാൻ കഴിയുന്ന ആളുകൾക്ക് അതിനുള്ള സൗകര്യം മറ്റൊരു വഴിക്ക് പ്രൈവറ്റ് മേഖലയിൽ അത് നടത്തുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ഇത് ഹാൻഡ് ഇൻ ഹാൻഡ് ഇത് ജനത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഗുണമായിട്ട് ഇത് മാറുന്നത്. ഇവിടെ നമ്മൾ കാണുന്ന എന്താണ്? ഇതിനെയൊക്കെ നിരാകരിച്ചുകൊണ്ട് ഒരു കുട്ടി ജനിച്ച് വീണ് കഴിയുമ്പോൾ അത് നമ്മുടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിക്ക് തേനും പാലും കൊടുത്ത് അതല്ലെങ്കിൽ വല്ല ഇതുപോലെ ഒട്ടകമൂത്രമൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന സാധനം കൊടുത്തിട്ട് ആ കുട്ടിക്ക് കൊലയ്ക്ക് കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇവിടെ മഞ്ഞപ്പിത്തം കൊണ്ട് മരിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ പറഞ്ഞു 64 പേര് മരിക്കുന്നു, അവരൊക്കെ എങ്ങനെയാണ് മരിച്ചതെന്നൊക്കെയാണ് ചോദിക്കുന്നത്. അതെന്താ ചോദ്യം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഗതിയെ കാണേണ്ടതിൻ്റെ ഒരു അടിസ്ഥാന ജ്ഞാനമില്ലാത്തതിൻ്റെ കുഴപ്പമാണ്. ഓക്കെ, ഇവിടെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഈ പറയുന്ന ഹെപ്പറ്റൈറ്റിസ് തന്നെ നമ്മൾ എടുക്കുക. ഇത് നമ്മൾ ഒരു മെഡിക്കൽ ഒരു സെറ്റിങ്ങിൽ വരുമ്പോൾ അതിൻ്റെ ഒരു സിവിയറിറ്റി സ്കോർ നമ്മൾ നോക്കും. ഇത് ഈ ആൾ ജീവിക്കാനുള്ള സാധ്യത, ഈ ആൾ മരിക്കാനുള്ള സാധ്യത, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എത്ര സ്കോറുകളുണ്ട് ഇവിടെ. ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്ലിഫ് സ്കോർ നമ്മൾ പറയും. ഇപ്പോൾ പലതരം ലിവർ ഡിസീസസിനെ കുറിച്ച് മാത്രം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ CTP സ്കോർ എന്ന് പറയുന്നു. അതുപോലെ അങ്ങനെ പല പല സ്കോറുകൾ നോക്കിയിട്ടാണ് ഈ ആൾ ജീവിക്കാനുള്ള സാധ്യത, ഈ ആൾ മരിക്കാനുള്ള സാധ്യത, ഇത് നമ്മൾ അസസ് ചെയ്തിട്ട് അവർക്ക് വേണ്ട. ശ്രീ ആരിഫ് ഹുസൈൻ, ഒരു സംശയം ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഈ ഓൾട്ടർനേറ്റീവ് മെഡിസിനെ പരിപൂർണമായിട്ട് നിരാകരിക്കുന്ന നിലപാടെടുക്കുമ്പോൾ ഷുഹൈബ് റിയാലിനെ പോലുള്ളവർ ഉയർത്തുന്ന പല വാദങ്ങൾ ഇന്ത്യയിൽ ഒരു പക്ഷേ ഒരു കോംപ്രഹെൻസീവ് ചികിത്സാ രീതി പലരും സ്വീകരിക്കുന്നുണ്ട്, കേരളത്തിൽ പോലും. കാരണം സുഖചികിത്സയ്ക്കൊക്കെ ആയുർവേദം സ്വീകരിക്കുന്ന ഒരു സ്ഥലമൊക്കെയാണ്. അങ്ങനെ ഏതൊക്കെ ചികിത്സയ്ക്ക് എന്തെല്ലാം എടുക്കാം? ഈ മറ്റ് മേഖലകളിലാണെങ്കിൽ അതിൽ കൃത്യമായിട്ട് പാണ്ഡിത്യമുണ്ടോ, അതിൽ രജിസ്ട്രേഷൻ ഉണ്ടോ, അതിൽ ക്വാളിഫിക്കേഷൻ ഉണ്ടോ, ലൈസൻസ് ഉണ്ടോ എന്ന തരത്തിലേക്ക് കൊണ്ടുവരലല്ലേ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആയിട്ട് വഴി? അതല്ല സർക്കാരിനും ഒറ്റയടിക്ക് അലോപ്പതി മാത്രം മതി എന്നുള്ളൊരു തീരുമാനമെടുക്കാൻ സ്വാഭാവികമായിട്ടും അതൊരു നിയമപരമായിട്ട് അത് ബുദ്ധിമുട്ടുള്ള കാര്യം അല്ല. സർക്കാർ അലോപ്പതി എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. ഇതിന് ആധുനിക വൈദ്യം എന്ന് നമ്മൾ പറയില്ല, എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ എന്നാണ് നമ്മളിപ്പോൾ അതിനെ പറയില്ല. അത് തന്നെയാണ് അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ മനുഷ്യനുണ്ടായ നാൾ മുതൽ നമ്മൾ ഈ കാട്ടിൽ കാണുന്ന സാധനങ്ങളൊക്കെ പിഴിഞ്ഞ് കഴിച്ചും അതുപോലെ അത് വാറ്റി കുടിച്ചൊക്കെ തന്നെയാണ് നമ്മൾ പലതും മരുന്നാണ് എന്ന് ധരിച്ച് മുന്നോട്ട് വന്നിരുന്നത്. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇത് എവിഡൻസ് ബേസ്ഡ് ആയി മാറുന്നു. എന്ന് വെച്ചാൽ ഇതിനകത്ത്
ടെസ്റ്റിങ്ങുകൾ നടത്തി ഡബിൾ ബ്ലൈൻഡ് ട്രയൽസ് ഒക്കെ നടത്തിയിട്ട് ഇത് ശരിക്കും ഇതുകൊണ്ട് തന്നെയാണ് അസുഖം മാറുന്നത് എന്നുള്ള ഗോൾഡ് സ്റ്റാൻഡേർഡ്സ് വരെ വെച്ചുകൊണ്ട് ഒരു 1980-കൾക്ക് ശേഷമാണ് അത്തരം ഒരു രീതി പോലും നമ്മുടെ ലോകത്ത് തന്നെ വരുന്നത്. അങ്ങനെ വന്നതിന് ശേഷമാണ് ഈ മരുന്നുകൾ ശാസ്ത്രീയമായിരിക്കണം, അതിന് എവിഡൻസ് ഉണ്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ എന്താണ് പുറന്തള്ളിപ്പെട്ടു പോകുന്നത്? അത് എവിഡൻസ് ഇല്ലാത്തത്, ഫലിക്കാത്തത് എന്ന് നമുക്ക് തിരിച്ചറിയുന്ന കാര്യങ്ങൾ അത് മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മാറ്റിവെച്ച സാധനങ്ങളെ നമ്മൾ എന്തെന്ന് വിളിക്കും? അത് ഇന്ന് നമ്മൾ ആ സംഗതിയെ പ്രോട്ടോ സയൻസ് അല്ലെങ്കിൽ പണ്ടുണ്ടായിരുന്ന സാധനം എന്നൊക്കെ നമുക്ക് വിളിക്കാം. മുത്തശ്ശി മരുന്നെന്നോ അമ്മൂമ്മ മരുന്നെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. പക്ഷേ ഒരു എവിഡൻസ് ബേസ് ആയി കഴിഞ്ഞാൽ ഈ പറയുന്ന പണ്ടുണ്ടായിരുന്ന സാധനത്തിൽ നിന്നൊക്കെ തന്നെയാണ് പലതും നമ്മൾ ഇന്ന് ആധുനിക വൈദ്യത്തിൻ്റെ തെളിവുകളോട് കൂടി അത് അപ്ലൈ ചെയ്യുന്നത്. ആ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സൈഡ് എഫക്ട്സ് കുറയ്ക്കുന്നു, അതിൻ്റെ എഫിക്കസി കൂട്ടുന്നു, ബെറ്റർ മോളിക്യൂൾസ് നമ്മൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നു, അതൊരു ബേസ് ആയിട്ട് എടുത്തുകൊണ്ട് അതിൻ്റെ മുകളിലേക്ക് മറ്റു പുതിയ മോളിക്യൂൾസ് കണ്ടെത്തുന്നു. അങ്ങനെയൊക്കെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയി കുറേ ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അങ്ങനെ പല രീതിയിൽ അതിനെ ബ്രാഞ്ച് ചെയ്തിട്ടാണ് ഇന്ന് കാണുന്നത്. അതെനിക്ക് മനസ്സിലായി. പക്ഷേ ഒറ്റയടിക്ക് ആൾട്ടർനേറ്റീവ് മെഡിസിനുകളെ പരിപൂർണമായിട്ടും നിരോധിക്കണം, അത് ഞാൻ പറഞ്ഞുതരാം. നിലപാട് അത് നടക്കുമോ എന്നുള്ള, അത് പ്രാക്ടിക്കലാണോ? അത് മറ്റു രാജ്യങ്ങളിലും അത് നടപ്പാകുന്ന കാര്യമല്ല. നടപ്പാകുന്ന കാര്യമാണോ എന്ന് ചോദിച്ചാൽ ആണ്. അതിന്റെ വക്താവാണ് ഞാൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇടപെടരുത്. ഇത് മെഡിസിനിൽ ജനാധിപത്യം ഇല്ല. മെഡിസിനിൽ ജനാധിപത്യം ഒന്നുമില്ല. മെഡിസിനിൽ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള എവിഡൻസ് മാത്രമേ ഉള്ളൂ. മെഡിസിൻ സയൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് എവിഡൻസ്. അവിടെ ജനാധിപത്യം ഇല്ല. തെളിവുണ്ടോ അതെടുക്കും, തെളിവില്ലേ തള്ളും, ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോ ഇത് നിരോധിക്കാൻ കഴിയുമോ, ഇത് തള്ളാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തള്ളാൻ കഴിയും. ഇവിടെ നമ്മൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ഹോമിയോപ്പതി ഒക്കെ നമ്മൾ ഒരു ഉദാഹരണമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഇവിടെ പരിപോഷിപ്പിച്ച് കൊണ്ട് നടന്നിരുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് യൂറോപ്പായിരുന്നു. യൂറോപ്പിൽ തന്നെ പ്രധാനമായിട്ട് UK ആയിരുന്നു. ഇന്ന് നമ്മൾ കാണുന്നത് എന്താണ്? അവിടെയുള്ള ഗവൺമെന്റ് സപ്പോർട്ട് അതിന് കുറയ്ക്കുന്നു. എന്ന് വെച്ചാൽ ഇത് എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ അവിടെയാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ഗവൺമെന്റിന്റെ ഭാഗത്തുള്ള എറർ അവിടെ വരുന്നത് അവിടെയാണ്. കാരണം ഗവൺമെന്റ് കൃത്യമായിട്ട് പറയണം ഏതാണ് ശാസ്ത്രീയം, ഏതാണ് ഗുണമുള്ളത് എന്ന് കൃത്യമായിട്ട് പറയുകയും ഗുണമില്ലാത്ത സംഗതികൾക്ക് പബ്ലിക് ആയിട്ടുള്ള ഫണ്ട് ഭരണകൂടം പെട്ടെന്ന് എടുക്കണം എന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷെ ഭരണകൂടം അത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ കുട്ടികളെ നമ്മൾ കൊലയ്ക്ക് കൊടുത്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും, ഇതേപോലെ ബലി കൊടുത്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. നിലപാട് പക്ഷേ അതൊരു നിയമപരമായിട്ട് എങ്ങനെ നടപ്പിലാക്കിയ ലോക മാതൃകകൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് ഒരു ചെറിയ വിഷയമുണ്ട്. അങ്ങനെ ഒരു വിഷയം വരുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു ലൂപ്പ് ഹോളിലാണ് ഇങ്ങനെ സമയമാകുമ്പോൾ പോകട്ടെ എന്ന് പറഞ്ഞുള്ള വാദം കൊണ്ടുവരാൻ കഴിയുക. അതുകൊണ്ട് അങ്ങനെ ഒരു നിലപാടെടുക്കാൻ കഴിയുമോ? അതോ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ പ്രാക്ടീസിന്റെ വിശ്വാസ്യത, ക്വാളിഫിക്കേഷൻ അത് വാലിഡേറ്റ് ചെയ്യാനുള്ള ഒരു നടപടി കൃത്യമായി സർക്കാർ ഉറപ്പുവരുത്തുകയാണ് വേണ്ടത്? കൃത്യമായിട്ട് അത് നടപ്പിലാക്കണം എന്ന് മാത്രമല്ല പറയേണ്ടത് ഇത്രയേ ഉള്ളൂ. അതായത് ഇവിടെ ഒരു യൂണിവേഴ്സൽ ഹെൽത്ത് കെയറും യൂണിവേഴ്സൽ ഒരു ഇൻഷുറൻസ് സംവിധാനവും ഇവിടെ വന്നു കഴിയുമ്പോൾ ശാസ്ത്രീയമായ ചികിത്സകൾ കൊടുത്താൽ മാത്രമേ അതിനകത്ത് കൂടെ കടന്നു പോകാൻ പറ്റുള്ളൂ എന്ന നില വന്നാൽ മാത്രമേ ഇതിന് പരിഹാരം കാണാൻ കഴിയുള്ളൂ. വളരെ സിമ്പിൾ ആലോചിക്കും. നിങ്ങള് മന്ത്രവാദം നമുക്ക് തള്ളിവിടാൻ പറ്റില്ല. ആരിഫ് ഹുസൈൻ അതില് എതിർത്താണ് പറയുന്നത് എനിക്കറിയാം. പക്ഷേ എതിർപ്പിന്റെ അല്ല. അതായത് ആ പറഞ്ഞ വാദം ശരിയാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ വാദം ലോകത്ത് മുന്നേ നടന്നു പോയിട്ടുണ്ടെന്ന് മാത്രമല്ല പല രാജ്യങ്ങളും ഇതൊക്കെ ഓവർകം ചെയ്ത് ഇത്തരം സംഗതികളെ അവരുടെ മെയിൻ സ്ട്രീം ചികിത്സാ രീതികളിൽ നിന്ന് മാറ്റുന്നു. എന്താ കാരണം? തെളിവില്ല, നോ എവിഡൻസ്. അത് സിസ്റ്റമാറ്റിക് റിവ്യൂ, മെറ്റാ അനാലിസിസ് പോലെയുള്ള ഹൈ ക്വാളിറ്റി സ്റ്റഡീസ് നടത്തിയിട്ട് അത്തരം തെളിവുകളില്ല എന്നുള്ളതിന്റെ പേരിൽ മാറ്റി വെച്ചിട്ടുള്ള സംഗതികളാണ്. അപ്പം നമ്മൾ ഇന്ന് ഇത് സംസാരിക്കുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മളൊരു വൈകി ഓടുന്ന വണ്ടി, അത്രേ ഇതിനകത്ത് വ്യത്യാസം വരുന്നുള്ളൂ. നമ്മളിത് സമയം കളയാണെന്നാണ് ഞാൻ ഈ പറഞ്ഞു വെക്കുന്നത്. ഇത്തരം പഠനങ്ങളൊക്കെ മുന്നേ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ചെറിയൊരു കാര്യം. ശ്രീ ഷുഹൈബ് റിയാലോ, ഓൾട്ടർനേറ്റ് മെഡിസിന്റെ സാധ്യതയെക്കുറിച്ച് ഒരു ചർച്ച നടത്തിയാൽ അല്ല ഒരു പരിശോധന നടത്തിയാൽ പോലും താങ്കൾ പറയുന്ന വാദമോ അല്ലെങ്കിൽ താങ്കൾ പറയുന്ന ആ ചികിത്സാ സമ്പ്രദായങ്ങളോ അതിൽ വരില്ല. അക്യുപങ്ചറിനെ അംഗീകരിച്ചാലും താങ്കൾ പറയുന്ന അക്യുപങ്ചർ അതിൽ വരില്ല. അക്യുപങ്ചർ സയൻസ് അസോസിയേഷൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും തരത്തിൽ വീട്ടിലെ പ്രസവമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടോ അതൊന്നും ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലാതെ, അതായത് ഒരു ചികിത്സ നിലനിൽക്കുന്നതാണോ വ്യാജമാണോ എന്ന് ചർച്ച നടത്തുമ്പോൾ അതിനകത്ത് കൂടി താങ്കൾ ക്വാളിഫിക്കേഷനിൽ പോലും എന്തുമാകാം എന്ന് പറയുന്നത് അതിലും വലിയ ഒരു വ്യാജ പരിപാടി ഇടയിൽ നടത്താം എന്നുള്ളതാണോ? മര്യാദയ്ക്ക് അക്യുപങ്ചർ ചികിത്സ നടത്തുന്നു എന്ന് ഒരുപക്ഷെ നാട്ടുകാർ പറയുന്നവർ പോലും താങ്കൾ പറയുന്ന വാദം കേട്ടാൽ ചിലപ്പോൾ വടിയെടുക്കേണ്ടി വരും. നോക്കൂ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവുകളെയും
അതുപോലെ തന്നെ ഹൈക്കോടതി ഉത്തരവില്ല. ഹൈക്കോടതി ഉത്തരവ് ഞാൻ നോക്കി. താങ്കൾ പറയുന്നത് അദ്ദേഹം ഹൈക്കോടതി തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഉത്തരവില്ല. താങ്കൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഹൈക്കോടതി ഉത്തരവില്ല. ഹൈക്കോടതി അതായത് ഉത്തരവുകളെയോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓർഡറിനെയോ തുടക്കം തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശ്രീ ഇല്ല അല്ല അങ്ങനെ ഒരു ഹൈക്കോടതി ഉത്തരവില്ല. ആകെപ്പാടെ ജസ്റ്റിസ് ഡേവിഡ് രാമചന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കല്ലേ. റിയാല് നുണ പറയാണ്. റിയാല് നുണ പറയാണ് കേട്ടോ. റിയാല് നുണ പറയാണ്. റിയാല് നുണ പറയാണ്. അങ്ങനെ ഒരു സംഭവം ഇല്ല. അക്യുപങ്ചർ ഒരു കപടശാസ്ത്രമാണ്. റിയാല് നുണ പറയാണ്. പറയാൻ കഴിയില്ല. റിയാല് നുണ പറയാണ്. റിയാല് നുണ പറയാണ്. ചികിത്സ സ്വീകരിക്കുന്ന ആൾക്കാരെണ്ണം ക്രമമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് കേരളത്തിൽ 30 ലക്ഷത്തിലധികം ആളുകൾ ഇന്ന് കേരളത്തിൽ അക്യുപങ്ചർ ചികിത്സ ഉപയോഗപ്പെടുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാനുണ്ട്. അപർണ അതൊന്നും ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. പുള്ളി വേറെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം പറയാം. പുള്ളിക്ക് ഒരു സൂചി എടുത്തപ്പോ ഞാൻ ശരിയാക്കി തരാം. ഒരു സൂചി എടുത്തപ്പോ ഞാൻ ശരിയാക്കി തരാം. അത്ര വലിയൊരു വിഭാഗം ഇന്ന് വളരെ സാവധാനമായി ഒരു സൂചി എടുത്ത് തന്നാ ഇപ്പൊ ഞാൻ ശരിയാക്കി തരാം. ജനസംഖ്യയിൽ സ്വാഭാവികമായും ഞാനൊരു കാര്യം പറയാം. ഇവിടെ അക്യുപങ്ചർ ഫലിക്കുന്നു എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ നാക്കുള്ളതുകൊണ്ടാണ്. ഈ നാക്ക് വെച്ചിട്ട് ആളുകളെ പറഞ്ഞു പറ്റിക്കുക ചെയ്യുന്നത്. അല്ലാതെ ഇവിടെ ഒരു സൂചിയും വർക്ക് ചെയ്യുന്നില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ ഇവിടെ പറഞ്ഞു ഈ തൊട്ടു മുന്നേ റഹ്മത്തുള്ള ഇവിടെ സൂചിപ്പിക്കേണ്ടായി ഹോമിയോപ്പതി ഇത്രയും ആളുകൾ എടുക്കുന്നില്ല എന്നൊക്കെ. പക്ഷെ ഞാൻ പറയുന്നത് ഇവിടെ ആളുകൾ എടുക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി ഇവിടെ ഇപ്പോ പല രാജ്യങ്ങളും പഠനങ്ങൾ നടത്തിയിട്ട് ഇതിനകത്ത് തെളിവുകൾ ഇല്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അവരുടെ സ്റ്റേറ്റ് പോളിസിയിൽ നിന്ന് അത് മാറ്റിക്കളഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ അറിയണ്ടേ. NHMRC എന്ന് പറയുന്ന ഒരു പഠനം 2015 നമ്മളുടെ ഓസ്ട്രേലിയയിൽ നടത്തിയതാണ്. അതേപോലെ UK നടത്തിയിരിക്കുന്നു. അങ്ങനെ പല രാജ്യങ്ങളിലും സ്റ്റേറ്റ് പോളിസിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന സാധനം അവരന്വേഷിച്ചിട്ട് NHMRC ആണ് അതിൽ ഏറ്റവും ഒടുവിൽ വന്നത് 2016-17. അതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ ആ സ്റ്റേറ്റ് ഫണ്ടിങ് നിർത്തുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ സംസാരിക്കുന്നത് 10 വർഷം പിന്നെ ഇരുന്നിട്ട് ഈ സ്റ്റഡീസ് നടത്തുന്നതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വൈകി ഓടുന്ന വണ്ടിയാണ്. ഈ പറയുന്ന അക്യുപങ്ചർ ആയാലും ഹോമിയോ ആയാലും ആയുർവേദം ഇതെല്ലാം തെളിവുകളില്ലാതെ നിൽക്കുന്നത്. പിന്നെ സുഖചികിത്സ എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു വിഷയമാണ്. അത് നമ്മളുടെ അസുഖത്തിന്റെ കാര്യത്തിൽ വരുന്നില്ല. കാരണം മെഡിസിനിൽ ഒരു പോളിസി ഉണ്ട്, ഡു നോ ഹാം എന്ന് പറയുന്നത്. ഫസ്റ്റ് ഡു നോ ഹാം. ഒരു പരിക്ക് നമ്മൾ കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ആദ്യത്തെ പോളിസി. അതുപോലും പാലിക്കാതെയാണ് ഇവിടുത്തെ ഈ അക്യുപങ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ തട്ടിപ്പ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ നമ്മൾ അനുവദിക്കാൻ പാടില്ല. അപ്പൊ അതിൽ പ്രധാനമായിട്ടും ഇവിടുത്തെ സ്റ്റേറ്റിന് തന്നെ ഇടപെടേണ്ടതുണ്ട്. റിയാല് ഒരു സംവാദത്തിന് വരും നമ്മളുടെ വേദിയിൽ. ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡിബേറ്റിന്. ഓക്കെ, റിയാല് കേൾക്കുന്നുണ്ടോ? നമ്മൾ പ്രേക്ഷകരോട് ചോദിച്ചു, നമ്മൾ ഒരു പോളിലേക്ക് പോയിരുന്നു. ആളക്കൊല്ലി ചികിത്സകൾ തീർച്ചയായിട്ടും അടപടലം പൂട്ടേണ്ട മലപ്പുറം വിഷയത്തിന്റെ സംശയമില്ല 95%. അപ്പോൾ റിയാലു നമ്മളുടെ എസൻസിന്റെയോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു വേദിയിൽ സ്ട്രക്ചർഡ് ഡിബേറ്റിന് വരും. അക്യുപങ്ചർ കവടശാസ്ത്രമാണോ അല്ലേ? നമ്മൾ തെളിയിച്ചു തരാം കവടശാസ്ത്രം ആവുന്നത് എങ്ങനെയാണ്. ഓക്കെ, അല്ലാതെ ഇവിടെ നമ്മൾ ചർച്ചയിൽ ഇങ്ങനെ അലങ്കോലാക്കില്ല. നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്? ഇങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾ ഡിബേറ്റിന് വരൂ. അല്ലാതെ ഒരു മാന്യമായിട്ട് ഒരു ഡിബേറ്റ് നടക്കുമ്പോൾ അവിടെ നിന്നിട്ട് ഈ കലവിലുണ്ടാക്കലല്ല അതിന്റെ രീതി. ഒന്നിൽ ഈ താടിയും വെച്ചിട്ട് നടന്ന് ഒരു കുറച്ച് ക്ഷമയൊക്കെ കാണിക്കും. ഓക്കെ, ഇച്ചിരി ക്ഷമയൊക്കെ. അസ്വബ് നിസ്ഫുൽ ഈമാൻ. ഓക്കെ, ഈ താടിയും നിസ്കാര താഴ്മ ഉണ്ടായതുകൊണ്ട് കാര്യമൊന്നുമില്ല. കുറച്ച് ബോധം വേണം. ഓക്കെ, നടക്കട്ടെ. ചെറിയൊരാശ്വാസം. അപ്പോൾ അതാണ് അക്യുപങ്ചറിൻ്റെ കാര്യം നമുക്ക് തീരുമാനമാക്കാം. പുള്ളി വരുമോ നോക്കാലോ. അതായത് അക്യുപങ്ചർ കപടശാസ്ത്രമാണോ അല്ലേ എന്ന് പറഞ്ഞിട്ടൊരു, അല്ലെങ്കിൽ ആണോ, അത് നമുക്കൊരു ഡിബേറ്റ് ആക്കാം. അക്യുപങ്ചർ കവടശാസ്ത്രമാണ്. എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്യുപങ്ചർ ഇന്നലെ നമ്മൾ പറഞ്ഞേ ഉള്ളൂ അതിനെക്കുറിച്ച്. അതായത് അക്യുപങ്ചറിൽ പ്രധാനമായിട്ട് അവർ വെക്കുന്നൊരു സംഗതി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ശരീരത്തിൽ കൂടെ ഇങ്ങനെ എനർജി ഇങ്ങനെ ഫ്ലോ ചെയ്യും. ചി എന്ന് പറയുന്ന സാധനം അതിങ്ങനെ ഫ്ലോ ചെയ്യും. അതിനിങ്ങനെ മെറിഡിയൻസ് ഉണ്ട്. ഒരു സെക്കൻഡ്.
അപ്പോൾ അതിനിങ്ങനെ മെറിഡിയൻസ് ഉണ്ട്. ആ മെറിഡിയൻസിലൂടെ ഇങ്ങനെ എനർജി ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് എവിടെയെങ്കിലൊക്കെ സ്റ്റക്ക് ആകുമ്പോഴാണ് അസുഖം വരുന്നത്. ആ സ്റ്റക്കായ സാധനത്തിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ മെറിഡിയൻസിന് പല മെറിഡിയൻ ഉണ്ട്. ലിവർ മെറിഡിയൻ, പിന്നെ സ്പ്ലീൻ, പിന്നെ അങ്ങനെ പല പല ഓർഗൻസിൻ്റെ പേരിലാണ് അത് വരുന്നത്. ഇൻഡസ്റ്റൈൻ, ലാർജ് ഇൻഡസ്റ്റൈൻ, സ്മോൾ ഇൻഡസ്റ്റൈൻ, അങ്ങനെ പല പേരിൽ 4-5 അത്ര എണ്ണം ഉണ്ട്. പണ്ട് പഠിച്ചാണ്. ഈ ഹോമിയോ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല, ഇത് ശരിയല്ല എന്ന് മനസ്സിലായപ്പോൾ മാറാൻ ഇത് വേറെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി കുറുക്ക് വഴി തപ്പി നടന്നിരുന്ന സമയത്ത് പോയി പഠിച്ച സാധനമാണിത്. അത് പഠിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി അതും തട്ടിപ്പാണെന്ന്. അങ്ങനെ പിന്നെ പരീക്ഷ എഴുതാതെ അവിടെ നിന്ന് മെല്ലെ സ്കൂട്ടായി. ഇതാണ് ഉണ്ടായത്. അതുകൊണ്ട് തിയറി നമുക്കറിയാം. അപ്പോൾ അതിൽ പറയുന്നത് ഇതാണ് ഈ മെറിഡിയൻസ്. അപ്പോൾ ഈ നീളത്തിലുള്ള സൂചിയൊക്കെയാണ് ചന്തിമലൊക്കെ കുത്തി കയറ്റുക. അപ്പം ഇപ്പം നമ്മളത് ആലോചിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭയാനകമായ ഒരു സംഗതി വരുന്നത്. വല്ല ഈ ഷാറ്റിക് നെർവിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നെർവിലൊക്കെ പോയി ഇടിച്ചു നിന്ന്, അല്ലെങ്കിൽ വല്ല ഈ പറയുന്ന വല്ല ആർട്ടറിയൊക്കെ പങ്ക്ചറായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ. അപ്പോൾ ഇപ്പോൾ ഈ കുട്ടിയുടെ ശരീരത്തിലും ഇത് ചെയ്തു എന്നാണ് അറിയുന്നത്. എന്ന് വെച്ചാൽ ഈ എന്താണ് ആർട്ടറി പിന്നെ തൊട്ടടുത്തുള്ള സ്ട്രക്ചറും തമ്മിലുള്ള ഫിസ്റ്റുലകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത, അതേപോലെ പങ്ക്ചറായിട്ട് ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യത, അങ്ങനെ പലതും. പിന്നെ ഇൻഫെക്ഷൻ ഏറ്റവും കോമൺ ആയിട്ടുള്ള സാധനമാണ് ഇൻഫെക്ഷൻസ്. അപ്പോൾ കുട്ടികളിൽ ഈ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു അഡൾട്ട് എന്നുള്ള രീതിയിൽ നമ്മുടെ ശരീരത്തിന് ഒരു ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഇമ്മ്യൂൺ സിസ്റ്റം ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. കാരണം ഈ ഇമ്മ്യൂണിറ്റിക്ക് തന്നെ പല ലെവൽസ് ഉണ്ട്. അതായത് ആക്റ്റീവ്, പാസീവ്. അതിൽ തന്നെ ഒരു ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ലൈൻ, തേർഡ് ലൈൻ എന്നൊക്കെ നമ്മൾ പറയുന്ന മാതിരി ഈ സ്കിൻ എന്നൊക്കെ പറയുന്നത് ഒരു ഇനീഷ്യൽ ഒരു ബാരിയറായിട്ട് ആക്ട് ചെയ്യുന്ന സംഗതിയാണ്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് മാത്രമായിരിക്കും ചിലപ്പോൾ ആ കുട്ടിയുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഫങ്ഷണൽ ആയിട്ടുള്ളത്. അതിനെയാണ് നമ്മൾ ബൈപ്പാസ് ചെയ്തിട്ട് സൂചി കുത്തിയിട്ട് അതിനകത്തേക്ക് നമ്മൾ നേരെ ജേംസിനെ വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഇതിന് നേരെ ഫ്രീ എൻട്രി കിട്ടുകയാണ്. അത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനിലേക്ക് പോവുകയും മറ്റ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. അപ്പോൾ ഇത് ഒരു ഈസി എൻട്രി ആയിട്ട് മാറുകയാണ് ചെയ്യുക. ഇത് അഡൾട്ട്സിന് തന്നെ പ്രശ്നമാണ്. കുട്ടികൾക്ക് ഇത് കൂടുതൽ പ്രശ്നമാകും. കാരണം എന്താണ്, അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം ആ ഡെവലപ്പിംഗ് ഫേസിലാണ്. അത് ഡെവലപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പറഞ്ഞ കുട്ടിയുടെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 1 വയസ്സിൻ്റെ അടുത്താണ് പ്രായം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെയൊക്കെ ഇതേപോലെ ചെയ്യുമ്പോൾ മഴയത്ത് കൊണ്ട് ഇരുത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ എന്തുമാത്രം ദുരന്തമാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അക്യുപങ്ക്ചർ ആസിറ്റീസ് അത് ഒരു തട്ടിപ്പാണ്. അതിന് യാതൊരു അടിസ്ഥാനമില്ല. ശാസ്ത്രീയമായ അടിത്തറ ലെവലേശമില്ല. 0 എന്ന് പറഞ്ഞാൽ പോരാ, അതിൻ്റെ 7 അയലത്തില്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. മൈനസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതാണ് അതിൻ്റെ കഥ. അതെന്ന് വെച്ചാൽ ഈ മെറിഡിയൻ, ഇപ്പോൾ നമ്മളുടെ ആയുർവേദം പറയുമ്പോൾ വാത, പിത്ത, കഫം എന്നൊക്കെ പറയും. അതിങ്ങനെ പോകണു എന്നൊക്കെ നമ്മൾ പറയണ മാതിരി ഈ പണ്ട് കാലത്തുണ്ടായിരുന്ന ശാസ്ത്രം എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഭാഗമായിട്ട് ഈ ആരോഗ്യം കണക്കാക്കിയിരുന്നത് ഇങ്ങനെ പല കൺസെപ്റ്റ്സ് വെച്ചിട്ടായിരുന്നു. പിന്നീടാണ് നമ്മൾ ഈ ഹ്യൂമർ എന്ന് പറയുന്ന സംഗതി എന്നൊക്കെ മാറിയിട്ട് ഇപ്പോൾ 5 എലമെൻറ്റ്സ് ഒക്കെയാണ് ഈവൻ ഇതിനകത്ത് പറയുന്നത്. എർത്ത്, ഫയർ, പിന്നെ വാട്ടർ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെയുള്ള വുഡ്, ഇതൊക്കെയാണ് പറയുക. ഇങ്ങനെയുള്ള പല പല തെറ്റായിട്ടുള്ള പ്രാകൃതമായിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ അക്യുപങ്ക്ചർ നിലനിൽക്കുന്നത്. ഇത് വെച്ചിട്ടാണ് ബാക്കിയുള്ള സാധനം അവർ ഷുഗറിനും മറ്റേതിനുമൊക്കെ മഞ്ഞപ്പിത്തത്തിനൊക്കെ ചികിത്സിക്കുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഫലിക്കാത്തത്. കാരണം അങ്ങനെയല്ലല്ലോ ഇതിൻ്റെ കോറിലേഷൻ. അങ്ങനെ മണ്ണായിട്ടും മഴയായിട്ടൊന്നും ഇതിന് യാതൊരു ബന്ധവുമില്ല. മെറിഡി എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾക്ക് എത്ര പൊളിച്ച് നോക്കിയാലും കാണാൻ കഴിയില്ല. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. നിങ്ങൾ സൂചി കുത്തി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോൾ ആ കുത്തുന്നോടത്തുണ്ടാകുന്ന എന്തെങ്കിലും ലോക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടെങ്കിൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതല്ലാതെ ഈ മേജർ ഡിസീസ് കണ്ടീഷൻസിനൊന്നും ഒരു എഫക്റ്റും ഇല്ല എന്നുള്ളത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡീസ് നടത്തി കണ്ടെത്തിയിട്ടുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഇൻഎഫക്റ്റീവ്. ഒരൊറ്റ ഒരെണ്ണത്തിൽ പോലും പ്ലാസിബോയേക്കാൾ മികച്ചതാണെന്ന് കാണിക്കാൻ ഇതിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുക. ഇതാണ് ഇതിൻ്റെ ഒരു വശം. ഇനി ഇത് ചൈനയിലുണ്ടെന്ന് പറയുന്നത്. ചൈനയിൽ ഇതുകൊണ്ട് വല്ല ഗുണം ഉണ്ടായിട്ടുണ്ടോ? ചൈനയിൽ ഈ സാധനം മാത്രം ഉണ്ടായിരുന്ന കാലത്തും അവിടുത്തെ ആളുകൾ നേരത്തെ തന്നെ മരിച്ചു പോരുന്ന അവസ്ഥയാണ്. അസുഖം കൊണ്ട് മരിക്കും. അപ്പോൾ അത് നടക്കും. പ്രത്യേകിച്ച് ഇൻഫെക്ഷൻസിലൊക്കെ ഇതിന് ഒരു മണ്ണാങ്കട്ടയും ചെയ്യാനില്ല എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പിന്നെ വല്ല മസ്കുലോസ്കെലറ്റൽ സാധനത്തിനകത്തൊക്കെ മസിലിൻ്റെ മുകളിൽ ഒരു സൂചിയൊക്കെ കുത്തി കുറച്ച് കറണ്ടൊക്കെ കൊടുത്ത് കഴിയുമ്പോൾ ചെറിയൊരു ലോക്കൽ അനസ്തറ്റിക് എഫക്റ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് നേരം നമുക്ക് ഈ ടൈഗർ ബാമൊക്കെ വരട്ടിയ ഒരു സുഖം കിട്ടും. അത്രയേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഇതിന് വലിയ മെച്ചമൊന്നുമില്ല. അത് വെച്ചിട്ടാണ് ഇവർ BP കുറയ്ക്കാം, ഷുഗർ കുറയ്ക്കാം എന്നൊക്കെ പറയുന്നത്. ആരും വിശ്വസിച്ച് പോയേക്കരുത്. ഇതാണ് പറയാനുള്ളത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഇതിന് ശാസ്ത്രീയമായ ഒരു അടിത്തറ ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. 2, ഇതിന് തെളിവില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. അതായത് ഇത് ഫലിക്കുന്നു എന്നുള്ളതിന് ഒരു തെളിവ് പോലും ഇന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. ഇനി മൂന്നാമത്തെ സംഗതി എന്ന് പറയുന്നത്, ഇത് കൊടുക്കുന്ന വഴി അല്ലെങ്കിൽ ഈ ഒരു ചികിത്സയിലേക്ക് നിങ്ങൾ പോകുന്ന വഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അതാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് യഥാർത്ഥ ചികിത്സകൾ നിങ്ങൾക്ക് ലഭിക്കാതെ വരും. അത് വൈകിക്കുന്ന അവസ്ഥ ഉണ്ടാവും. അത് നിങ്ങളുടെ അസുഖങ്ങളെ കോംപ്ലിക്കേറ്റ് ചെയ്യും. അനാവശ്യമായിട്ട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും. അപ്പോൾ അവിടെയാണ് ഇദ്ദേഹം ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം. 64 പേര് മരിച്ചു. അതൊക്കെ ഇതേപോലെ മഞ്ഞപ്പിത്തം വന്ന് മരിച്ചതൊക്കെ നിങ്ങൾ അപ്പോൾ അവർ ഇതുപോലെയുള്ള വീട്ടിൽ നിന്ന് ചികിത്സ നടത്തിയതിൻ്റെ കുഴപ്പമാണോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. അവിടെയാണ് ഈ പ്രശ്നം. അസുഖത്തെ എങ്ങനെ കാണണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു അടിസ്ഥാന ധാരണ ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ് നമ്മൾ പറയുന്നത്. ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ സ്റ്റേജ് ചെയ്യും. ആ അസുഖത്തിൻ്റെ പാത്തോഫിസിയോളജി നമ്മൾ നോക്കിയിട്ട് അതിൻ്റെ കോംപ്ലിക്കേഷൻ, അതിൻ്റെ പ്രോഗ്നോസിസ് എന്ന് പറയുന്ന ഒരു
സംഗതിയുണ്ട്. അത് നോക്കിയിട്ടാണ് നമ്മളതിൻ്റെ അത് എന്ത് ഔട്ട്കമ്മിലേക്കാണ് പോകുന്നത്. അതായത് നമ്മൾ മെഡിസിൻ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഇൻ്റർവെൻഷൻ നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനൊരു നാച്ചുറൽ കോഴ്സ് ഉണ്ട്. ആ നാച്ചുറൽ കോഴ്സ് എന്ന് പറയുന്നത് രണ്ടാണ്. അതായത് ഒരു അക്യൂട്ട് ഡിസീസ് ആണെന്നുണ്ടെങ്കിൽ അതൊന്നെങ്കിൽ അത് മാറും, തനിയെ മാറും, അല്ലെങ്കിൽ നമ്മളെ കൊണ്ടുപോകും, എന്ന് വെച്ചാൽ മരിക്കും. ഇത് രണ്ടുമാണ് അതിൻ്റെ ഒരു നാച്ചുറൽ കോഴ്സ് എന്ന് പറയുന്നത് അക്യൂട്ട് ഡിസീസസിൽ. ക്രോണിക് ആണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ പ്രൊലോങ് ചെയ്യും, കുറച്ച് നാൾ ഉണ്ടാവില്ല, പിന്നെ കുറേ നാൾ വീണ്ടും കുറേ കഴിയുമ്പോൾ വരും, പിന്നെ കുറേ നാൾ അത് റിലാപ്സ് ചെയ്യും, അങ്ങനെ പോകുന്നൊരു രീതിയാണ് ക്രോണിക് ഡിസീസസിന് ഉണ്ടാവുക. പക്ഷേ അൾട്ടിമേറ്റ്ലി അതും കൊണ്ടെത്തിക്കുക മരണത്തിലാണ്. അവിടെ ക്വാളിറ്റി ഓഫ് ലൈഫ് അവിടെ കുറയും. എന്ന് വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ അസുഖം ശരിക്ക് ട്രീറ്റ് ചെയ്ത് നമ്മൾ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 100 വയസ്സ് വരെ നമുക്ക് ജീവിക്കാമെന്ന് വിചാരിക്കുക. പക്ഷേ ഈ അസുഖം കൊണ്ടാണ് നിങ്ങൾ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 60ാമത്തെ വയസ്സിൽ തട്ടിപ്പോവും. ഇതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ അതിനാണ് നമ്മൾ ഈ മരുന്ന് കൊടുക്കണം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അതിനെ മാനേജ് ചെയ്യണമെന്ന് നമ്മൾ പറയുന്നത്. ഇനി അക്യൂട്ടിലാണെന്നുണ്ടെങ്കിലോ ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ മഞ്ഞപ്പിത്തത്തിൻ്റെ പ്രധാനപ്പെട്ട കോംപ്ലിക്കേഷനായിട്ട് ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? അത് തലച്ചോറിനെ ബാധിക്കുക എന്നുള്ള ഹെപ്പാറ്റിക് എൻസെഫലോപ്പതി എന്നൊക്കെ പറയുന്ന ചില കണ്ടീഷൻസിലേക്ക് പോകുന്നത്. അത് വന്ന് നമ്മളുടെ ഈ ബ്ലഡ് ബ്രെയിൻ ബാരിയർ അത് ഭേദിച്ചുകൊണ്ട് ഈ പറയുന്ന ബിലുറൂബിൻ അതുപോലുള്ള മറ്റ് അമോണിയ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ തലച്ചോറിൽ വന്ന് അവിടെ വലിയ പ്രശ്നങ്ങളിലേക്ക് പോയി കഴിയുമ്പോൾ ആ മനുഷ്യൻ മരിക്കും. അത് കുട്ടിയായിക്കോട്ടെ മുതിർന്ന ആളായിക്കോട്ടെ. അപ്പോൾ നമ്മളടുത്ത് വരുന്ന ഒരു രോഗി മഞ്ഞപ്പിത്തവുമായിട്ട് വരുന്നു, അല്ലെങ്കിൽ ഒരു സിംറ്റവുമായിട്ട് വരുന്നു. അപ്പോൾ നമ്മൾ അവരെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? അവരെ ലക്ഷണങ്ങൾ നമ്മൾ നോക്കിയിട്ട് അവരുടെ മറ്റ് ടെസ്റ്റുകളിൽ നമുക്ക് അതിന് ഡിസൈഡ് ചെയ്തിട്ട് ആ ടെസ്റ്റിന് വിട്ടിട്ട് നമ്മളൊരു ഡയഗ്നോസിസിലേക്ക് എത്തുന്നു. ഇവിടെ നമ്മൾ എത്തുന്ന ഡയഗ്നോസ് എന്താണ്? ഇത് ഹെപ്പറ്റൈറ്റിസ് ആണ് എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തുന്നു. അപ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ അടുത്ത ലെവലിലേക്ക് നോക്കുകയാണ്. ഏത് ഹെപ്പറ്റൈറ്റിസ് ആണ്? എ ആണോ, ബി ആണോ, ഇ ആണോ, ഡി? ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ നോക്കിയിട്ട് സി ഏത് ആവാം, ഇതിൽ നോക്കിയിട്ടാണ് നമ്മൾ പിന്നെ അടുത്തത് എന്തെന്ന് നോക്കുന്നത്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൂടുതൽ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള സംഗതികളാണ് വരാൻ സാധ്യത. പ്രത്യേകിച്ച് ഈ മഴവെള്ളത്തിലൊക്കെ ഇരുത്തിയിട്ടൊക്കെ ഉണ്ടാകുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് എ ഒക്കെ വരാനാണ് സാധ്യത കൂടുതൽ. അങ്ങനെ വന്നു കഴിയുമ്പോൾ അത് എന്ന് പറഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് എ കൊണ്ട് മരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അങ്ങനെ മരിക്കുക എന്ന് പറയുന്നത് അതാണ് നമ്മളിവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്നാൽ മരിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ലെപ്റ്റോസ്പൈറ അതുപോലെയുള്ള എലിപ്പനിയുടെ ഭാഗമായിട്ടൊക്കെ വന്ന് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് പോലെയൊക്കെ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് എലിപ്പനി ബാധിച്ച് നിങ്ങൾ പെട്ടെന്ന് മരിക്കുന്നു എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ട് കാണും. അപ്പോൾ ഇതുപോലുള്ള ഹെൽത്ത് കെയർ പ്രോഗ്നോസിസ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം ടോട്ടലി അൺഅവെയറാണ് ഇത്തരത്തിലുള്ള കപടശാസ്ത്രത്തിൻ്റെ വക്താക്കൾ. അതിൽ ഈ അക്യുപങ്ചറുകാർ മാത്രമൊന്നുമല്ല, ഹോമിയോക്കാർ അങ്ങനെയാണ്, ആയുർവേദക്കാർ അങ്ങനെയാണ്. ഇത് ഈ പറയുന്ന ആയുഷിൽ പെട്ടിട്ടുള്ള ആളുകളും ആയുഷിൽ പെടാൻ പോകുന്ന ഇതുപോലുള്ള അക്യുപങ്ചറും എല്ലാം കണക്കാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം ഇവർക്ക് ഈ പ്രോഗ്നോസിസിനെ കുറിച്ച് ഡയഗ്നോസിസിനെ കുറിച്ചുള്ള ഒരു ധാരണയില്ല. ഇനിയിപ്പോൾ ഹോമിയോയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഹോമിയോയിൽ പഠിപ്പിക്കുന്നത് എന്താണ്? ഡയഗ്നോസിസ് അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് സിംറ്റംസ് ആണ് വലുതെന്നാണ് ഹോമിയോപ്പതി പഠിപ്പിക്കുന്നത്. ടോട്ടാലിറ്റി ഓഫ് സിംറ്റം നോക്കിയാൽ മതി, അത് മാറി അസുഖം മാറി, ഉള്ളിലുള്ള സാധനത്തെ ഒന്നും നോക്കാൻ പാടില്ല, അതൊക്കെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ആധുനിക വൈദ്യത്തിൻ്റെ ആളുകൾ പറയുന്നതാണെന്നാണ് ഹാനിമാൻ പഠിപ്പിക്കുന്നത്. ഈ പറയുന്ന ഓർഗനോൺ മെഡിസിനിൽ എഴുതി വെച്ചിരിക്കുന്ന സാധനമാണ്. നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി എന്താണ് ടു ട്രിക്ക് യു, അങ്ങനെ ഒരു വാക്കാണ് അതിനകത്ത് ഉപയോഗിച്ചിട്ട് എൻ്റെ ഓർമ്മ ഓർഗനോൺ ഓഫ് മെഡിസിനിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ഇന്ന് ഒന്ന് ചികിത്സിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ചുമയായിട്ട് വരുന്നു, ഒരു ചെറിയൊരു ചുമയായിട്ട് നിങ്ങൾ, അല്ലെങ്കിൽ ഒരു തലവേദന, വിട്ടുമാറാത്ത തലവേദന. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും മരുന്ന് കൊടുക്കുന്നു, അപ്പോൾ മരുന്ന് കുറച്ച് കഴിക്കുന്നു, അപ്പോൾ തലവേദന മാറുന്നു. അപ്പോൾ ഹോമിയോപ്പതി പ്രിൻസിപ്പിൾ പ്രകാരം നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? നിങ്ങൾ തലവേദനയുമായിട്ട് വന്നു, വെട്ടിപ്പൊളിയുന്ന തലവേദന, ത്രോബിങ് ഹെഡേക്ക്, പൾസേറ്റിംഗ് ഫീലിംഗ്, തല കുത്തി നിന്ന കുറയും, തലയിൽ വെള്ളം കോരി ഒഴിച്ചാൽ അത് കുറയും, തലവേദനയെക്കുറിച്ച് ചിന്തിച്ചാൽ തലവേദന കൂടും, മൂത്രമൊഴിച്ചാൽ തലവേദന കുറയും. ഇതുപോലുള്ള പല സാധനങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ അവസാനം ജൽസീമിയം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ മരുന്നൊക്കെ നമ്മളെടുത്ത് കൊടുക്കുന്നു. ബ്രയോണിയ ഏത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഓറമെറ്റ് പല സാധനമുണ്ട്. എന്നിട്ട് ഇതൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ നോക്കുന്നു, തലവേദന കുറഞ്ഞു. ഇത് നമ്മളിങ്ങനെ അപ്പോൾ എന്താ പ്രശ്നം? ക്രോണിക് ഹെഡേക്കാണ്. ഓക്കെ, അപ്പോൾ എത്ര നാളായി ചികിത്സിക്കുന്നു? 2 വർഷമായി, 3 വർഷമായി. ഓക്കെ, ഇത് യഥാർത്ഥത്തിൽ ഈ തലവേദനയുടെ കോസ് എന്തായിരിക്കാം? ഇത് നമ്മൾ അന്വേഷിക്കേണ്ടത്. ഒരു സ്പേസ് ഓക്യുപ്പൈങ് ലീഷൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇതെങ്ങനെ നമ്മൾ അറിയും? അതറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും മിനിമം ഒരു MRI എങ്കിലും പോയി എടുക്കണ്ടേ? ആ MRI എടുക്കണമെന്നുണ്ടെങ്കിൽ ആധുനിക വൈദ്യം വേണം, അതിന് ആധുനിക ശാസ്ത്രവും വേണം. അങ്ങനെ ആധുനിക ശാസ്ത്രം ഇനിയിപ്പോൾ അഥവാ നിങ്ങളെ തല അറിയാതെ ഒരു MRI മെഷീനിൽ പോയി അതിനകത്ത് പെട്ടുപോയി, എന്നിട്ട് നിങ്ങളൊരു റിപ്പോർട്ടും അറിയാതെ വന്നു നിങ്ങൾ വിചാരിക്കുക. പണ്ട് നമ്മൾ നോമ്പ് തുറക്കുന്ന ആളുടെ വായിലേക്ക് മറ്റേ ഷവർമ വീണ് വെള്ളം കുടിച്ച് നോമ്പ് തുറന്നു എന്നൊക്കെ പറഞ്ഞാൽ അറിയാതെ നിങ്ങൾ അറിയാതെ ഒരു MRI മെഷീനിൽ വീണു, എന്നിട്ട് അറിയാതെ ഒരു റിപ്പോർട്ട് വരുന്നു. അങ്ങനെ അറിയാതെ ഈ പറയുന്ന ഹോമിയോ ഡോക്ടറുടെ കയ്യിലേക്ക് കിട്ടുകയാണ്. ഹോമിയോ ഡോക്ടർ ഇങ്ങനെ നോക്കുകയാണ്, അതിനകത്ത് എന്തോ സാധനം. ഇത് കണ്ടാൽ മനസ്സിലാവൂ. ഇത് കണ്ടാൽ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ആദ്യം അനാറ്റമി പഠിക്കണ്ടേ? അനാറ്റമി പഠിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ശവശരീരം കീറി പഠിക്കണം. അതായത്
നോർമൽ ബ്രെയിൻ എങ്ങനെയാണെന്ന് അറിഞ്ഞാലല്ലേ അബ്നോർമൽ ബ്രെയിൻ എങ്ങനെയാണെന്ന് നമുക്ക് അറിയുള്ളൂ. ഈ പറയുന്ന ഈ റിയാലോ ഇവിടെ ഇരുന്ന് വളവള സംസാരിച്ച് നാട്ടുകാരെ മുഴുവൻ ബുദ്ധിമുട്ടിച്ച എന്നുവെച്ചാൽ ബാക്കിയുള്ള ആളുകളെ സംസാരിക്കാൻ പോലും സമയം തരാതെ അത്തരം ഒരു രീതിയിൽ ചെയ്തുകൊണ്ടിരുന്ന ആൾ, അയാൾ ഈ അനാറ്റമി പഠിച്ചിട്ടില്ല, അയാൾക്ക് ഇതിനെക്കുറിച്ച് ABCD അറിയില്ല, അലിഫ് ബാത്ത് അറിയില്ല. എന്നിട്ട് എങ്ങനെയാണ് ഒരു അബ്നോർമൽ ബ്രെയിൻ കണ്ടു കഴിഞ്ഞാൽ അതിനകത്തൊരു SEO ഉണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? അതായത് സ്പേസ് ഓക്യുപ്പൈങ് ലീഷൻ ഉണ്ടായാൽ എങ്ങനെ നമുക്കറിയാൻ പറ്റും? അതറിയാൻ കഴിയില്ല. അപ്പോൾ പിന്നെ എന്ത് സംഭവിക്കും? ഇത് ഇനി അറിയാൻ കഴിഞ്ഞു, എന്തോ നോക്കിയപ്പോൾ എന്തോ ഒരു ബോൾ ഇരിക്കുന്നു, ഒരു ഗോൾഫ് ബോൾ പോലെ ഇരിക്കുന്നു എന്ന് തോന്നി തന്നെ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇതെന്താണെന്ന് മനസ്സിലാക്കേണ്ടത്? കാരണം ഹോമിയോപ്പതി ഒരു ഉദാഹരണം എടുത്ത് ഞാൻ പറയാണ്, അതിൽ പഠിപ്പിക്കുന്നത് അങ്ങനെ ഒന്നും നോക്കാൻ പാടില്ല, അങ്ങനെ ഉള്ളിലൊന്നും ഉണ്ടാവില്ല, തലവേദന മാറിയാൽ പിന്നെ ഉള്ളിലൊന്നും ഇല്ല. അതായത് ശരീരത്തിൻ്റെ കരച്ചിലാണ് സിംറ്റംസ്. ആ കരച്ചിൽ നിങ്ങൾ മാറിയാൽ അതിൻ്റെ അർത്ഥം ഉള്ളിൽ സിംറ്റം ഒന്നും പിന്നെ ബാക്കിയില്ല, അസുഖം ഇല്ല, അസുഖം മുഴുവൻ പോയി എന്നാണ്. ഇങ്ങനെ വിശ്വസിച്ചോളണം എന്ന് പഠിപ്പിക്കുന്നിടത്ത് ഇന്ന് ആധുനിക ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ അത് പോരാന്ന് നമുക്ക് തോന്നാൻ കാരണം എന്താ? അപ്പുറത്തെ ആധുനിക വൈദ്യത്തിൻ്റെ ആളുകൾ വളരെ മികച്ച രീതിയിൽ ഇത് ഡയഗ്നോസ് ചെയ്ത് പ്രോഗ്നോസിസ് നോക്കി സ്റ്റേജ് ചെയ്ത് എന്നിട്ട് അതിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ ഇത് വെറും തലവേദനയല്ല, ഇത് ഉറക്കമില്ലാത്തതിൻ്റെ പ്രശ്നമല്ല, ഇത് ഒരു ക്യാൻസറാണ് അല്ലെങ്കിൽ ഒരു ട്യൂമറാണെന്ന് പറഞ്ഞ് ചികിത്സിക്കുമ്പോൾ അയാൾക്ക് മാറ്റം ഉണ്ടാകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഒരു കോൺട്രാസ്റ്റ് അവിടെ ഉള്ളതുകൊണ്ട് അത്രയൊന്നും എത്താൻ കഴിഞ്ഞില്ലെങ്കിലും അതിൻ്റെ അടുത്തെങ്കിലും എത്താം എന്നുള്ളൊരു ചിന്ത കൊണ്ട്, എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ രാജമാണിക്യത്തിൽ മമ്മൂട്ടി ആവാൻ കഴിഞ്ഞില്ലെങ്കിലും നമുക്കൊരു സുരാജ് വെഞ്ഞാറുമൂടെങ്കിലും ആയിട്ട് ആ ഒരു ഒച്ചയും വിളിയൊക്കെ ഉണ്ടാക്കിയിട്ട് നടക്കാം എന്ന ഒരു മിമിക്രി മാത്രമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഈ ആയുഷ് വിഭാഗം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താ? സത്യത്തിലൊരു മിമിക്രിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഒരിക്കലും ഈ പറയുന്ന മറ്റേ ഇനി മമ്മൂട്ടിനെ മാത്രം പറഞ്ഞു എന്നുള്ള ഒരു പരാതി വേണ്ട. അവർക്ക് ഒരിക്കലും ഈ പറയുന്ന യഥാർത്ഥ മോഹൻലാലോ യഥാർത്ഥ മമ്മൂട്ടി ആവാൻ കഴിയില്ല. പകരം അവരെന്ത് ചെയ്യും? ഓരോ മിമിക്രി കഥാപാത്രങ്ങളായിട്ട് മാറും. എന്നിട്ട് അവരെ പോലെ അഭിനയിക്കുന്ന പോലെ ഇങ്ങനെ കാണിക്കും. എന്നിട്ട് അത് ആളുകളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി കുറേ വണ്ടിയും കാറും ഒക്കെ വാങ്ങിച്ചിടും. അപ്പോൾ എന്താ, അയാൾ ഒന്നുമില്ലെങ്കിൽ അയാൾ ഇപ്പോൾ ബെൻസൊക്കെ വാങ്ങിക്കുമോ എന്ന് ചോദിച്ചിട്ട് നമ്മളൊക്കെ അങ്ങനെയായിരുന്നു ഇതിനകത്ത് വിശ്വസിച്ചത്. കാരണം നമുക്ക് കോളേജ് പഠിക്കുമ്പോൾ ഇത് ഡൗട്ട് വരും, ഈ പറയുന്ന എന്നാൽ ഈ സാധനം എങ്ങനെയാണ് ഇത് ഇങ്ങനെയൊക്കെ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മളോട് ടീച്ചർമാർ പറഞ്ഞു ഒന്നുമില്ലാണ്ട് ഇപ്പോൾ നമ്മളെ മറ്റേ സാറ് ബെൻസ് വാങ്ങും എന്നാണ് ചോദിക്കുക. ബെൻസ് വാങ്ങണം എന്തുകൊണ്ടാണ്? അപ്പുറത്ത് സർക്കാർ ശമ്പളം കൊടുക്കണോണ്ടാണെന്ന് പിന്നെയല്ലേ നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ ഈ തരത്തിൽ നമ്മളുടെ മെറ്റീരിയൽ ഗെയിൻസ് പോലും ഈ പറയുന്ന ആളുകളുടെ സക്സസ്സിനുള്ള ഒരു റീസണാക്കി മാറ്റിക്കൊണ്ട് നമ്മൾ പറ്റിക്കുന്ന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു അടിമുടി മിമിക്രി, ഒരു കബളിപ്പിക്കൽ, ഒരു ചവിട്ട് നാടകമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറയുന്നതുകൊണ്ട്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എന്നിട്ട് ആളുകളെ പറ്റിക്കുക, അതിൻ്റെ പേരിൽ ആളുകളെ കൊലയ്ക്ക് കൊടുക്കുന്ന അവസ്ഥ, ഇതാണ് നമ്മുടെ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത്, ഒരു അസുഖം അത് നമ്മൾ പ്രോഗ്നോസിസ് നടത്തിയിട്ടാണ് അതിൻ്റെ തീരുമാനിക്കുന്നത്, അതിൻ്റെ ഔട്ട്കം എന്തായിരിക്കും എന്നുള്ളത്. അങ്ങനെ നമുക്ക് നമ്മളെ കയ്യിൽ നിൽക്കാൻ സാധിക്കാത്ത കേസുകൾ, അതായത് കറക്റ്റ് ടൈമിന് വന്നിട്ട് പോലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അസുഖങ്ങളുണ്ട്. കാരണം അതിൻ്റെ പ്രോഗ്രഷൻ്റെ സ്പീഡ്, റേറ്റ്, അതിൻ്റെ ഡാമേജ്, അതിൻ്റെ പല പല ഫാക്ടേഴ്സാണ് അതിനകത്തേക്ക് വരിക. ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ വരിക. ഇപ്പോൾ ഈ കുട്ടിയുടെ കാര്യം നമ്മൾ പറയുമ്പോൾ കുട്ടികളിൽ മഞ്ഞപ്പിത്തം ഉണ്ടായിട്ട് കുട്ടികൾ മരണപ്പെടുന്നതിൻ്റെ ഒരു റേറ്റ് ഇവിടെ ഉണ്ട്, ഒരു കണക്ക് ഇവിടെ ഉണ്ട്. അത് വളരെ കുറവാണ്. അതാണ് നമ്മൾ പറഞ്ഞത്. കാരണം കുട്ടികളിൽ മഞ്ഞപ്പിത്തം കൊണ്ട് മരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഒന്നാമത് ഈ മഞ്ഞപ്പിത്തം കൊണ്ട് മരിക്കുക എന്ന് പറയുന്നത് തന്നെ അത്ര എളുപ്പമൊന്നുമല്ല. എന്നാൽ ആ മരണം എളുപ്പമാക്കുന്ന ചില സാധനങ്ങളുണ്ട്. അതെന്താണ്? അതാണ് ഈ കള്ള്, ആൽക്കഹോൾ നിങ്ങൾ കുടിച്ചാൽ അതുകൊണ്ടുണ്ടാവുന്ന മറ്റ് പ്രശ്നങ്ങൾ കൊണ്ട് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മരിക്കാം. ഇതാണ് ഉണ്ടാവുക. അതിലും ഈ പറയുന്ന അപ്പം മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത്, ഈ ജോണ്ടിസ് എന്ന് പറയുന്ന സാധനം, അത് ലിവർ ഡിസീസിൻ്റെ ഒരു സിംറ്റം മാത്രമാണ്. അപ്പോൾ അത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. അങ്ങനെ ഉണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നൊരു വിഷയം, അത് ബാക്ടീരിയലാവാം, വൈറലാകാം, അങ്ങനെ പല പല റീസൺസ് കൊണ്ടാവാം. എന്നാലും അത് എളുപ്പം നിങ്ങൾക്കൊരു മരിക്കണം ഈ പറയുന്ന ഒരു ഹെപ്പറ്റൈറ്റിസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് രണ്ട് വഴികളാണ് നമ്മളുടെ പഠനങ്ങളിലൂടെ അല്ലെങ്കിൽ നമ്മുടെ നിരീക്ഷണത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന് ഈ കള്ള് തന്നെയാണ്. കള്ള് കുടിച്ചാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മരിക്കാം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന ആയുർവേദം, ഹോമിയോ, ഇതുപോലുള്ള പ്ലാന്റ് മെഡിസിൻസ്, ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. മരിക്കുക എന്ന് പറയുന്നത്, ഡാമേജ് ഉണ്ടാക്കുക എന്നുള്ളത്. ഡാമേജ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നത് ഏതാണ്? അല്ലെങ്കിൽ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ലിവർ ഡാമേജ് ഉണ്ടാക്കുന്നത് ആൻറ്റിബയോട്ടിക്സ്. അതുപോലെ അത് കാരണം അത് കഴിക്കേണ്ട നിർബന്ധിത അവസ്ഥ ഉണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു TB പേഷ്യൻ്റാണ്. ആ TB വന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഈ പറയുന്ന ഡോട്ട്സ് തെറപ്പി എടുക്കാതെ നിവൃത്തിയില്ല, ആൻറ്റിബയോട്ടിക്സ് കഴിച്ചേ പറ്റുള്ളൂ. പക്ഷേ ആ ആൻറ്റിബയോട്ടിക്സിനോട് അയാൾക്ക് പ്രതികരിക്കുക എന്ന് പറയുന്നത് കുറച്ച് ഓവറായിട്ടാണെന്നുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ അത് അയാൾക്ക് താങ്ങാവുന്നതിനപ്പുറം ആവുമ്പോൾ അത് ലിവറിന് ഡാമേജ് ഉണ്ടാക്കും. പക്ഷേ അത് കഴിക്കാതിരിക്കാൻ നിവൃത്തി. അപ്പോൾ അവിടെ ഒരു റിസ്ക് വേഴ്സസ് ബെനിഫിറ്റ് എന്ന് പറയുന്ന ഒരു സംഗതി അവിടെ വന്നിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് ഇത് എന്ത് ചെയ്യണം. എന്നിട്ടാണ് അത് കഴിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കുന്നത് പോലും. എന്നിട്ട് നമ്മളത് കഴിക്കുമ്പോഴും അവിടെ നമ്മൾ കാണുന്ന എന്താണ്? ഡാമേജ് ഉണ്ടാകുമ്പോൾ ആൾ മരിക്കുന്നില്ല. അതായത് ഡാമേജ് ഉണ്ടാക്കുന്ന കാരണങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ ആൻറ്റിബയോട്ടിക്സും പെയിൻ കില്ലേഴ്സ് അങ്ങനെയുള്ള അനാൽജസിക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും
ഡാമേജ് ഉണ്ടാക്കിയിട്ട് കൊല്ലുന്നത് ഏത് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് കൂടുതലും ഈ ഹെർബൽ മെഡിസിൻസ് ആണ്. എന്നുവെച്ചാൽ ഈ പച്ചില മരുന്നുകളാണ് ഏറ്റവും കൂടുതൽ ആളുകളെ കൊല്ലുന്നത്. ശാസ്ത്രീയമായ പഠനങ്ങൾ ഉള്ളതാണ്, പബ്ലിഷ്ഡ് പേപ്പേഴ്സാണ് ഈ പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചറിയണം. ഇങ്ങനെയുള്ള റീസൺസ് ഇതിനകത്തുണ്ട്. കുട്ടികൾ മരണപ്പെടാനുള്ള സാധ്യത കുറവാണ്. ഇതുപോലുള്ള ആളുകൾ മരണപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു അണ്ടർലൈൻ ഒരു കോസ് ഉണ്ട്. അവരിപ്പോൾ മഞ്ഞപ്പിത്തം കൊണ്ട് മരിക്കുന്നു, അവർക്ക് മറ്റൊരു ആൽക്കഹോളിക് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡാമേജ് കൂടുതലായിരിക്കും. അതല്ലെങ്കിൽ അയാൾ ഇതേപോലെ വല്ല ആയുർവേദമൊക്കെ കുത്തിക്കയറ്റി നടക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അയാൾ മരിക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ഇങ്ങനെ ഓരോരോ റീസൺസ് വെച്ചിട്ടാണ് നമ്മൾ അതിനെ അസസ് ചെയ്തിട്ട് പറയുന്നത്. അപ്പോഴും നമ്മൾ പറയുന്നത് എന്താണ്, ലോകം മൊത്തം നമ്മൾ എടുക്കുകയാണ്, ഇന്ത്യ മൊത്തം നമ്മൾ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് കുറഞ്ഞു നിൽക്കുന്നത് ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറുന്നതുകൊണ്ടാണ്. ഇത്തരം കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റിയതുകൊണ്ടാണ്. ഇതൊന്നും അംഗീകരിക്കാതെ ഇതൊക്കെ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് ഇവിടെ റിയാലുവിനെ പോലുള്ള ഈ മതം തലയ്ക്ക് പിടിച്ചിട്ടുള്ള താടി നീട്ടി ആളുകളെ കൊണ്ട് വർത്തമാനം പറയാൻ സമ്മതിപ്പിക്കാതെ ഇങ്ങനെ ഇരുന്ന് വളവള പറയുന്ന ഇത്തരം കപടശാസ്ത്ര വിദൂഷകന്മാർ എന്താ ചെയ്യുന്നത്? അവരുടെ സാധനമാണ് ശരി എന്ന് പറയാൻ വേണ്ടിയിട്ട് കുത്തുബയെ നടത്തിയ ആളുകളെ പറ്റിക്കുന്നത്. ഈ കുട്ടിയുടെ ഉമ്മ ഈ കുട്ടിയെ പ്രസവിച്ചത് വീട്ടിലാണെന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് ഉള്ളതായിട്ടൊക്കെ അറിയാൻ കഴിയുന്നു. അതിലൊക്കെ വലിയ ഒരു അഭിമാനം കൊള്ളുന്നതായിട്ടൊക്കെയാണ് കാണുന്നത്. വീട്ടിൽ പ്രസവിക്കുക എന്ന് പറയുന്നത് എന്തോ വലിയ സംഭവമായിട്ട് കാണുകയാണ്. അതുകൊണ്ടുള്ള മരണസാധ്യത എത്രമാത്രം കൂടുതലാണ് നമ്മൾ ആലോചിക്കുക. അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ വെളിപ്പുറത്ത് ആംബുലൻസ് കിട്ടുന്ന സ്ഥലത്ത് നമുക്ക് ഇതേപോലെ ഒരു ശ്രമവും ഒരു സാഹസമൊക്കെ നടത്താൻ ഒരു റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ വരുന്നതുകൊണ്ടാണ് നമുക്ക് ഇതുപോലെ വെളിപ്പുറത്ത് ആംബുലൻസ് ഒക്കെ ഉണ്ട് എന്നുള്ളൊരു ധൈര്യത്തിൻ്റെ പുറത്താണ്. അപ്പോൾ ഇത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഹെൽമെറ്റ് വെക്കുന്ന ആളുകൾ അവർ കൂടുതൽ റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ കൂടുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. സീറ്റ് ബെൽറ്റ് ഇടുന്ന ആളുകൾ റാഷ് ഡ്രൈവിംഗ് കൂടുന്നു എന്ന് പറയുന്ന മാതിരി ചില ആളുകൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഈ റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ കൂടും. അപ്പോൾ അതിന് വേണ്ടതാണ് പ്രോപ്പറായിട്ടുള്ള അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്, എഡ്യൂക്കേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്, നിയമങ്ങൾ ശക്തമാക്കുക എന്നുള്ളതാണ്, അതിനുള്ള കൗണ്ടർ മെഷേഴ്സ് നമ്മൾ എൻഫോഴ്സ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെയും അത് തന്നെയാണ് ചെയ്യേണ്ടത്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.